ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തോട എന്ന ഗോത്രവർഗത്തിന്റെ ഒരു ക്ഷേത്രമാണ്. നീലഗിരിയിൽ വർഷങ്ങളായി ജീവിച്ചു വരുന്ന ഒരു ട്രൈബൽ വിഭാഗമാണ് തോടകൾ. ഊട്ടിയുടെ യഥാർത്ഥ അവകാശികളായാണ് ഇവരെ പറ്റി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇതാണ് തോട ബഫല്ലോ. ഊട്ടിയിൽ ഇവയെ ധാരാളമായി നമുക്ക് കാണാം. ഇവയെ ധാരാളമായി കാണുന്ന ഇടത്തൊക്കെ ഒരുപക്ഷെ ഒരു തോട മണ്ടുണ്ടാകാം. അവരുടെ സെറ്റിൽമെന്റിനെ പറയുന്ന പേരാണ് മണ്ട്. ഒറ്റക്കൽ മണ്ട് എന്ന പേര് ഊട്ടിക്ക് വന്നതും മലമുകളിലെ വീടുകൾ എന്ന അർത്ഥത്തിൽ നിന്നായിരിക്കാം. ഇതാണ് പൂത്കുളി. ഈ കറുപ്പും ചുവപ്പും ചേർന്ന ഷോളാണ് തോട വർഗത്തിലുള്ളവർ പണ്ട് ധരിച്ചിരുന്നത്. വളരെ മനോഹരമായ ഒരു എംബ്രോയിഡറി വർക്കാണിത്. പണ്ട് കാലത്ത് ബഹുഭർത്തൃത്വം അഥവാ പോളി ആൻഡ്രി നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ഇവരുടെ. ഒരു കുടുംബത്തിലെ എല്ലാ സഹോദരന്മാർക്കും കൂടി ഒരു ഭാര്യ എന്ന രീതിയാണിത്. സ്ത്രീകളുടെ ജനസംഖ്യ കുറവായിരുന്ന കാലഘട്ടമായിരിക്കാം ഒരുപക്ഷെ അത്. ഇന്ന് ഇത്തരത്തിലൊന്നും തന്നെ ഇവർക്കിടയിൽ നിലനിൽക്കുന്നില്ല. ഇവരെ പറ്റിയുള്ള വളരെ വ്യത്യസ്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വധു ഗർഭിണിയായി 7 മാസങ്ങൾ കഴിഞ്ഞാണ് ഇവരുടെ വിവാഹ ചടങ്ങുകൾ നടക്കുക. ബഫല്ലോസിനെ വളരെ സേക്രഡ് ആയി കാണുന്ന ഒരു വിഭാഗമാണ് ഇവരുടെ. ദൈവം ബഫല്ലോസിനെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് തോട വിഭാഗത്തെ ക്രിയേറ്റ് ചെയ്തത് എന്നവർ വിശ്വസിക്കുന്നു. ഊട്ടിയുടെ ഉദകമണ്ഡലത്തിന്റെ വിശേഷങ്ങൾ തുടരും.